അന്ധകാരം, അമാവാസിയിലെ അന്ധകാരം, കരിക്കട്ട പോലെ കട്ട പിടിച്ച കൂരിരുട്ട്, മധുര 17കാരിയുടെ ജലദോഷം പോലെ ചന്നം ഭിന്നം പെയ്തുകൊണ്ടിരുന്ന ചാറ്റൽ മഴ, ഉട്ടോപ്പിയയിലെ ഒരു ഊടുവഴി, അകലെ വളവിൽ ഒരു പൊട്ടുപോലെ മോട്ടോർ ബൈക്കിന്റെ വെളിച്ചം പ്രത്യക്ഷമായി. ഏകാന്തതയുടെ അപാര തീരം പോലെ നഗരം വിജനമായിരുന്നു. അന്തിക്കുർബാന കഴിഞ്ഞ ആളുകൾ തെരുവിന്റെ ഓരം പറ്റി മെല്ലെ മെല്ലെ തിങ്ങി ഞെരിങ്ങി ഉരുമ്മി നീങ്ങിക്കൊണ്ടേയിരുന്നു. നിർത്തറയപ്പേ, വിജനമെന്ന് പറഞ്ഞാൽ ജനമില്ലെന്നാണ് അർത്ഥം. പിന്നെ എങ്ങനെയാടാ പള്ളി പിരിഞ്ഞ ആളുകൾ പോകുന്നേ? ഓഹോ, വിജനത്തിന് അങ്ങനെ ഒരു അർത്ഥമുണ്ടോ? അതങ്ങ് പറഞ്ഞാ പോരെ. തെറ്റ് തിരുത്താനല്ലേ അച്ഛനോട് എഴുതിയിരിക്കുന്നത്? എടാ, എല്ലാ വാക്യങ്ങൾക്കും ഒരു 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 പ്രാസം വേണം, അല്ലെങ്കിൽ കേൾക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. എന്റെ പേര് എന്നെ നോക്കിക്കേ, കെ കെ കിഴക്കേ ഡം. അച്ഛൻ ഹരികഥയും പറഞ്ഞുകൊണ്ട് നടന്ന കാലമല്ല ഇത്. ഇന്ന് പ്രാസവും വൃത്തവും തെറ്റിക്കുന്നതാണ് ഫാഷൻ. അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യേണ്ട കഥയാണ്. ഇതുവരെ കാൽ പങ്ക് പോലും പഠിച്ചിട്ടില്ല. എന്നാ തുടങ്ങിക്കോ.